അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബദരീങ്ങളിൽ വളരെ പ്രധാനിയായ സയ്യിദുനാ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന മഹാനെക്കുറിച്ചാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ഒരാളാണ് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അവരുടെ ഉമ്മ സുഫിയ ബീവി റളിയല്ലാഹു അൻഹാ, അവർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയാണ്, പിതാവിൻ്റെ സഹോദരിയാണ്, അബ്ദുൽ മുത്തലിബ് എന്നിവരുടെ മകളാണ്. സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അവ്വാം എന്നവർ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, മുത്തുനബിയുടെ ഭാര്യ, അവരുടെ സഹോദരനാണ്. 16-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവരിൽ ഒരാളാണ്. അതിൻ്റെ പേരിൽ തൻ്റെ പിതൃസഹോദരൻ ഒരുപാട് തന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പായയിലിട്ട് കിടത്തി അതിൽ ഇങ്ങോട്ട് ചുറ്റിയിട്ട് തീ പുകക്കുക, അപ്പോൾ അതിൻ്റെ ചൂടേൽക്കുമല്ലോ. എന്നിട്ട് ഇർജി അൻ ദീനിക്, നിൻ്റെ മതത്തിൽ നിന്ന് നീ പിന്മാറണം എന്ന് പിതൃവ്യൻ പറയും. അപ്പോൾ സുബൈർ എന്നവർ പറയും, വല്ലാഹി ലാ അഊദു ഇലൽ കുഫ്രി അബദ, ഇനി കുഫ്രിയത്തിലേക്ക് മടങ്ങുന്ന പ്രശ്നമില്ല, അള്ളാഹുവാണ് സത്യം. ഇങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യം അബിസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജറ പോയ ആദ്യകാല സ്വഹാബികളിൽപ്പെട്ട ആളാണ് മഹാനായ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ആദ്യം വാൽ ഉറയിൽ നൂരിയ ആളാണ് സുബൈർ ബിനുൽ അവ്വാം. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ദാറുൽ അർക്കമിൽ മുസ്ലിമീങ്ങൾ ഒളിഞ്ഞിങ്ങനെ അവരുടെ ആരാധനാകർമ്മങ്ങളും മതപഠനവുമൊക്കെ നടത്തിയിരുന്ന ആദ്യ കാലഘട്ടം. അന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള ഒരു കിംവദന്തി പ്രചരിച്ചു. ഇതിങ്ങോട്ട് കേട്ടപാടെ സുബൈർ ബിനുൽ അവ്വാം വാളൂരി. അന്ന് ആർക്കും അതിന് ഉറക്കാത്ത കാലമാണ്. അങ്ങനെ ആ വാളുമായി അദ്ദേഹം മക്കയിലൂടെ അങ്ങനെ റോന്ത് ചുറ്റിയാണ്. വഴിയിൽ വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടി. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താ ഇപ്പോൾ ഇതിങ്ങനെ ഈ വാളും പിടിച്ചിട്ട്? അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്നതുകൊണ്ടാണ്. അപ്പോൾ പുണ്യ നബി മഹാനവറുകൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അവരുടെ വാള് വിജയിക്കുന്ന വാളാകാൻ വേണ്ടിയും പുണ്യ നബി പ്രാർത്ഥിച്ചു കൊടുത്തു. ആൾ നല്ല ധീരനും വീരശൂര പരാക്രമിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എല്ലാ യുദ്ധത്തിലും ഒന്നുപോലും വിടാതെ പങ്കെടുത്ത അപൂർവം സ്വഹാബികളിൽ ഒരാളാണ് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ബദറിൽ അദ്ദേഹം വലതുപക്ഷത്തുള്ള സൈന്യത്തോടു കൂടെയായിരുന്നു. സൈന്യം 2 ബറ്റാലിയനുകളായി ഇടതും വലതുമായിട്ടുള്ളതിൽ വലതുപക്ഷത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വെട്ടേറ്റുകൊണ്ടാണ് ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് ഉബൈദത്ത് ബിൻ സഅദ് ബിനുൽ ആസ്, സായിബ് ബിൻ അബി സായിബ് ബിൻ ആബിദ്, നൗഫൽ ബിൻ ഹുവൈലിദ് ബിൻ അസദ് തുടങ്ങിയ പ്രധാന ശത്രുക്കൾ കൊല്ലപ്പെട്ടത് സുബൈർ ബിനുൽ അവ്വാമിൻ്റെ വെട്ടേറ്റുകൊണ്ടാണ് റളിയല്ലാഹു അൻഹു. അതിൽ ഉബൈദത്തിനെ അദ്ദേഹം നേരിട്ടത് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ബദറിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉബൈദത്തിനെ കാണാൻ സാധിച്ചു. ഉബൈദത്ത് ശരീരം മുഴുവൻ പടയങ്കി ധരിച്ചിട്ടുണ്ട്, കണ്ണ് മാത്രമേ കാണാനുള്ളൂ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ആ കണ്ണിലേക്ക് തന്നെ അങ്ങോട്ട് നോക്കിയൊരു കുത്തങ്ങ് കൊടുത്തു. അതിലവൻ മലർന്നടിച്ചു വീണു. ഞാൻ പിന്നെ ആ കുന്തം അവൻ്റെ ആ തലയിലൊക്കെ അങ്ങോട്ട് കയറിപ്പോയിക്കുന്നു. അതിങ്ങോട്ട്
പറിച്ചെടുക്കാൻ ഞാൻ പ്രയാസപ്പെട്ടു. കുന്തത്തിൻ്റെ തലയിൽ ഒരു വളവ് വരുന്ന രൂപത്തിലായിപ്പോയി എന്ന് മഹാനായ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം നടത്തിയ പടയോട്ടം വളരെ എടുത്തു പറയേണ്ടതാണ്. ഉഹദിൽ ശത്രുക്കളുടെ പതാക ഏന്തിയിരുന്ന ആൾ ബനു അബ്ദുദ്ദാർ കബീലയിൽപ്പെട്ട ത്വൽഹത്ത് ബിൻ അബി ത്വൽഹ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഖുറൈശികളിലെ എണ്ണപ്പെട്ട കുതിരപ്പടയാളിയാണ്. എല്ലാവർക്കും അറിയാവുന്ന, അയാളോട് ഏറ്റുമുട്ടാൻ അങ്ങനെ സാധാരണ ഒരാൾക്ക് കഴിയില്ല. ഉഹദിലേക്ക് അയാൾക്ക് വന്നിട്ടുള്ളത് ഒരു ഒട്ടകപ്പുറത്താണ്. അങ്ങനെ അദ്ദേഹം കണ്ട് വന്നിട്ട് വെല്ലുവിളിച്ചു, മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചു. ആരാണ് എന്നോട് ദ്വന്ദ്വയുദ്ധത്തിന് നേരിട്ട് ഇങ്ങോട്ട് എന്നോട് യുദ്ധം ചെയ്യാനുള്ളത്? ആരും ഉണ്ടെന്നില്ല. ഒടുവിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കൊണ്ട് ചാടി നിന്നു. അദ്ദേഹം കണ്ട് ഇവൻ്റെ നേരെ കണ്ട് ചീറി വന്നു. ഇവന് ആ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങാനുള്ളൊരു അവസരം കൂടിയും കൊടുക്കാതെ ഒട്ടകത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് സുബൈർ ബിൻ അവ്വാമാണ് ചാടി അവനെ താഴെ ഇട്ട് അവനെ നിലത്ത് കിടത്തി അതിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിന്ന് സുബൈർ ബിൻ അവ്വാം തൻ്റെ വാളെടുത്ത് ഒരൊറ്റ കുത്തങ്ങോട്ട് കൊടുത്തു അവന്. അങ്ങനെ അവൻ്റെ ശരീരത്തിൽ നിന്ന്, ഉടലിൽ നിന്ന് തലങ്ങോട്ട് വേർപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. മുത്തുനബി ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി. ഇത് കേട്ട് സ്വഹാബാക്കളും തക്ബീർ ചൊല്ലി റളിയല്ലാഹു അൻഹു. അങ്ങനെ സുബൈർ ബിൻ അവ്വാം മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയ്യിൻ ഹവാരി വഹവാരി സുബൈർ. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഓരോ സഹായികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹവാരി എന്ന് പറഞ്ഞ സഹായി എന്നാണ്. എനിക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഹവാരി എൻ്റെ സുബൈറാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സുബൈർ എങ്ങാം ത്വൽഹത്ത് ബിൻ അബീ ത്വൽഹയുടെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ദ്വന്ദ്വയുദ്ധത്തിന് മുന്നിട്ടിറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലബറസ്തു ഇലൈഹി അന, ഞാൻ തന്നെ ഇറങ്ങുമായിരുന്നു. ആരും ഇറങ്ങണില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പടയോട്ടം, അദ്ദേഹത്തിൻ്റെ ആ ധീരത കണക്കിലെടുത്തുകൊണ്ട്, അദ്ദേഹം ചെയ്ത ആ സേവനങ്ങൾ കണക്കിലെടുത്ത് പുണ്യനബി അദ്ദേഹത്തോട് പറഞ്ഞു, സുബൈർ ബിൻ അവ്വാമിനോട് പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി, നിനക്ക് പകരമായിട്ട് എൻ്റെ ഉമ്മയെയും എൻ്റെ ബാപ്പയെയും ഞാൻ ദണ്ഡം നൽകാൻ തയ്യാറാണ്. ഇതത്രയും വലിയ സേവനങ്ങൾ ചെയ്യുന്ന ആളുകളോട് പറയുന്ന വാക്കാണ്. സാധാരണ സ്വഹാബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറയാറുള്ളത്. നബി തങ്ങൾ അപൂർവ ആളുകളോട് ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതിലൊരാളാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഖന്തഖ് യുദ്ധ ദിവസം ബനൂ ഖുറൈളക്കാർ ജൂതന്മാരിലെ കഠിന ശത്രുക്കളായ ആളുകളാണ്. അവരുടെ വിവരമറിയാൻ വേണ്ടി ആരാണ് പോകുക എന്ന് നബി തങ്ങൾ ചോദിച്ചു. ഉടനെ സുബൈർ ബിൻ അവ്വാം, ഞാൻ പോകാം. മുത്തുനബി വീണ്ടും ചോദിച്ചു. ഉടനെ തന്നെ സുബൈർ ബിൻ അവ്വാം, മൂന്നാമതും മുത്തുനബി ചോദിച്ചു. അപ്പോഴും സുബൈർ ബിൻ അവ്വാം തന്നെയാണ്, ഞാൻ പോകാം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി തങ്ങൾ നേരത്തെ ആ പറഞ്ഞ വാക്ക്, ഓരോ നബിക്കും അള്ളാഹു ഒരു സഹായിയെ നിശ്ചയിച്ചിട്ടുണ്ട്. എനിക്ക് അള്ളാഹു നിശ്ചയിച്ച സഹായി സുബൈറാണ് എന്ന് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സുബൈർ ബിൻ അവ്വാം ശത്രുക്കളുടെ അടുത്തേക്കാണ് പോണത്, അവരെ വിവരങ്ങൾ അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അതങ്ങനെ എളുപ്പമുള്ള സംഗതിയല്ലല്ലോ. അവരെ കയ്യിൽപ്പെട്ടാൽ പിന്നെ ഇങ്ങോട്ട് പോരൂല. സുബൈർ ബിൻ അവ്വാം അവരുടെ പോയി അവരെ വിവരങ്ങൾ ശേഖരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. അപ്പം നബി തങ്ങൾ മുമ്പ് പറഞ്ഞ ഉഹദിൽ വെച്ച് പറഞ്ഞ ആ വാക്ക് ഇവിടെ ആവർത്തിച്ചു, ഫിദാക അബീ അൻത വ ഉമ്മീ, എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ഞാൻ നിനക്ക് വേണ്ടി ദണ്ഡം തരാൻ തയ്യാറാണ് എന്ന് പുണ്യനബി അവിടെ വെച്ചിട്ടും സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. തുടർന്ന് പിന്നെ നബി തങ്ങളുടെ വഫാത്ത് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധത്തിലും സുബൈർ ബിൻ അവ്വാം പങ്കെടുത്തിട്ടുണ്ട്. ഫത്ഹ് മക്കയിൽ ബനൂ ഖുറൈളക്കാർക്കെതിരെയുള്ള ഒരു പ്രതികാര നടപടി ഉണ്ടായിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ സംഗതിയാണ്. സുബൈർ ബിൻ അവ്വാം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിൽ അവരുടെ ശത്രുക്കളുടെ നേതാവ്
സുബൈർ ബിനുൽ അവ്വാമിനെ കണ്ടാണ് പിന്നെ ഒളിച്ചോടുകയാണ്. ഒരു വിശാലമായ ചരിത്ര സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലെ പ്രസിദ്ധമായ 2 യുദ്ധങ്ങൾ, യമാമ യുദ്ധത്തിലും യർമൂക്ക് യുദ്ധത്തിലും, മുസൈലിമയ്ക്കെതിരെയുള്ള യമാമ യുദ്ധത്തിലും റോമിനെതിരെ നടത്തിയ യർമൂക്ക് യുദ്ധത്തിലും മഹാനവറുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്ത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ടൊരു പടയോട്ടം നടത്തുകയുണ്ടായി. അങ്ങനെ ഈജിപ്തിൽ അന്നത്തെ മുക്കോക്കിസ് ചക്രവർത്തി, അയാളുടെ ബാബിലിയോൻ എന്ന് പറയുന്ന അന്നത്തെ ഈജിപ്തിൻ്റെ ആ ഒരു പ്രദേശത്തിൻ്റെ പേരാണത്, അവിടെയുള്ള ഒരു കോട്ടയിൽ അവരൊക്കെ അഭയം തേടി. ആ കോട്ടയ്ക്ക് ചുറ്റും വലിയ കിടങ്ങ് അവർ കുഴിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ അവരെ ഉപരോധിച്ചു. ഇവരോട് ഏറ്റുമുട്ടേണ്ടി വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് സംശയം നേരിട്ടു. അപ്പോൾ അംർ ബിനുൽ ആസ് മദീനയിലുള്ള ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി ഒരു സഹായം ചെയ്യണം, കുറച്ചും കൂടി സൈനികരെ ഇങ്ങോട്ട് അയക്കണമെന്ന്. അപ്പോൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 4000 സൈനികരെ പറഞ്ഞയച്ചു. ഈ 4000-ൽ ഓരോ 1000 സൈനികർക്കും പ്രധാനപ്പെട്ട സ്വഹാബികളെ, അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബികളെ നായകന്മാരാക്കി. ഒന്നിൽ സുബൈർ ബിനുൽ അവ്വാം, രണ്ടാമത്തേതിൽ മിഖ്ദാദ് ബിനുൽ അസ്വദ്, മൂന്നാമത്തേത് ഉബാദത്ത് ബിൻ സാമിത്ത്, നാലാമത്തേത് മസ്ലമത്ത് ബിൻ മഖ്ലദ് റളിയല്ലാഹു അൻഹും. ഈ 4 സൈന്യത്തിൻ്റെയും ഒരു മേൽനായകത്വമായിട്ട് സുബൈർ ബിനുൽ അവ്വാമിനെയും ഏൽപ്പിച്ചു. കൂടെ ഒരു കത്തും കൊടുത്തയച്ചു. ഞാൻ നിങ്ങൾക്ക് 4000 സൈന്യത്തെ പറഞ്ഞയക്കുന്നുണ്ട്. ഇതിൽ ഓരോ 1000-നെയും ഞാൻ ഒരു നേതാവിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നേതാവ് 1000 ആളുടെ സ്ഥാനമുള്ള നേതാവുമാണ്. അങ്ങനത്തെ 4 ആളുകളെ ഓരോ 1000-നും ഞാൻ ഏൽപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞ് ഒരു സൈന്യത്തെ പറഞ്ഞയച്ചു. അങ്ങനെ സുബൈർ ബിനുൽ അവ്വാമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പട ഈജിപ്തിലെത്തി. അങ്ങനെ അവർ ഈ കോട്ട, ഈ ഈജിപ്തുകാരായ ആളുകൾ അവർ അഭയം പ്രാപിച്ചിട്ടുള്ള മുക്കോക്കിസും സൈന്യവും അഭയം പ്രാപിച്ചിട്ടുള്ള ഈ കോട്ട അങ്ങോട്ട് വളഞ്ഞു. 7 മാസത്തോളം വളഞ്ഞു എന്നാണ്. അവർക്ക് യാതൊരു കുലുക്കുമില്ല. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അന്നാകട്ടെ അവിടെ ത്വാഉൻ, പ്ലേഗ് രോഗം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പിന്മാറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ സുബൈർ ബിനുൽ അവ്വാം അതിന് കൂട്ടാക്കണില്ല. അപ്പോൾ ചിലർ പറഞ്ഞു, ത്വാഉൻ പിടിപെടാൻ സാധ്യതയുണ്ട്, നമുക്ക് പോവുകയല്ലേ നല്ലത്. അപ്പോൾ സുബൈർ ബിനുൽ അവ്വാം പറഞ്ഞൊരു വാക്ക്, ത്വാഉൻ എന്ന് പറഞ്ഞാൽ പ്ലേഗാണ്. ജിഗ്നാലി ത്വഅനി വ ത്വാഉൻ. ത്വഅൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനാണ് പറയാം. ത്വാഉൻ പ്ലേഗ്. നമ്മൾ വന്നത് ത്വഅനിനും ത്വാഉനൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് അദ്ദേഹം മറുപടി നൽകി. എന്തായാലും ഈ ഉപരോധം തുടരുക തന്നെയാണ്. ഇവരിതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണില്ല. അതിൽ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു കിടങ്ങി ചാടി ഒരു കോണി ഈ കോട്ടയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചു. തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഞാൻ തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ ഇറങ്ങിക്കൊള്ളൂ. അങ്ങനെ മഹാനായ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു കോട്ടയിൽ കയറി അങ്ങോട്ട് ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ് ഇവരിത് കാണുന്നത്. തക്ബീർ മുഴക്കി കൂടെ മുസ്ലിങ്ങളും കയറി തുടങ്ങി. ഇവർ പുറത്തിറങ്ങി ചാടി. മുക്കോക്കിസ് രാജാവിൻ്റെ സൈന്യം മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടു. അതോടുകൂടി മുസ്ലിമീങ്ങൾ വമ്പിച്ച ഒരു വിജയം അവർക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഈജിപ്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മുസ്ലിമീങ്ങൾക്കുള്ള ഒരു പടിവാതിലായിരുന്നു, ഒരു കവാടമായിരുന്നു. ഈജിപ്ത് ജയിച്ചടക്കിയതോടുകൂടിയിട്ട് പിന്നെ തുടർന്ന് വലിയൊരു പ്രദേശത്തേക്ക് മുസ്ലിമീങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ചരിത്രത്തിൽ വളരെ വേദനാജനകമായ ജമൽ യുദ്ധം, മഹാനവറുകൾ അതിൽ പങ്കെടുത്തില്ല. അതിൽ പങ്കെടുക്കാതെ തിരിച്ചു പോരുമ്പോൾ അംർ ബിൻ ജുർമൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കെ പിറകിലൂടെ വന്ന് കുത്തി തലവെട്ടി മഹാനവറുകളെ കൊലപ്പെടുത്തി. മഹാനവറുകൾ അങ്ങനെ ഷഹീദായി. ഷഹീദാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സ്വത്ത് അതിൻ്റെ 3-1 വലിയ കോടീശ്വരനായിരുന്നു.
വലിയ സമ്പന്നനായിരുന്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. തൻ്റെ സമ്പത്തിൻ്റെ 1/3 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിരുന്നു. അങ്ങനെ മഹാനവറുകൾ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദദ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാവിധ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്നും നമ്മൾ ഈ വന്നുപെട്ടിട്ടുള്ള ഈ മഹാമാരിയിൽ നിന്നും അള്ളാഹു തആല നമ്മയും ബന്ധപ്പെട്ടവരെയും ഒക്കെ സലാമത്താക്കി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.